നമുക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ക്രിസ്മസ് പരീക്ഷയുടെ ആൻസർ കീ ഒന്ന് നോക്കിയാലോ. അതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. എ ചൈൽഡ് വാസ് പ്രിപ്പയറിംഗ് എ ടേബിൾ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഓഫ് ആൻ അഡൾട്ട് ആൻഡ് ദെയർ യൂസസ്. സം പാർട്സ് ഓഫ് ദി ടേബിൾ ആർ മിസ്സിംഗ്, കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഒരു കുട്ടി ഈ അഡൾട്ട്സിൻ്റെ മുതിർന്നവരുടെ വിവിധ തരത്തിലുള്ള പല്ലുകളും അവയുടെ യൂസസുമായിട്ട് ഒരു ടേബിൾ ഇത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടേബിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നോക്കിയുള്ളൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. അതാണ് ഒന്നാമത്തെ കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ യൂസുമാണ്. ഒന്നാമത്തെ കോളത്തിൽ ആ ടീത്തിൻ്റെ പേര് ഏതാണ് നമ്മൾ എഴുതണം. അതിൻ്റെ യൂസ് എന്താണ്? ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ഫുഡ് സ്റ്റഫ്സ്. ഫുഡ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ബൈറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല്ല് ഏതാണ്? ഏത് ടീത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം എത്ര ടൈപ്പ് ടീത്തുണ്ട്? 4 ടൈപ്പ് ടീത്തുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർ, മൊളാർ എന്നിങ്ങനെ 4 ടൈപ്പ് ടീത്തുണ്ട്. അതിൽ ബൈറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും, ഫുഡിനെയൊക്കെ കട്ട് ചെയ്തെടുക്കാനും ബൈറ്റ് ചെയ്യാനും, കടിച്ചു മുറിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പല്ലാണ്? ഏത് ടീത്താണ്? അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ അവിടെ ഇൻസിസേഴ്സ്. ഏതാണ്? ഇൻസിസേഴ്സ്. രണ്ടാമത്തേത് എവിടെ കൊടുത്തിട്ടുണ്ട്? കനൈൻ. കനൈൻ എന്ന് പറയുന്ന ആ ടീത്ത് നമ്മൾ അതിൻ്റെ യൂസ് എന്താണ്? ടു ടിയർ ആൻഡ് കട്ട് ദ ഫുഡ്. അതായത് നമുക്ക് ഈ ആഹാര വസ്തുക്കളെ കടിച്ച് കീറാനാണ് നമ്മൾ കനൈൻ എന്ന് പറയുന്ന ടീത്ത് യൂസ് ചെയ്യുന്നത്. ടു ടിയർ ആൻഡ് കട്ട് ദ ഫുഡ് ഐറ്റംസ്. അതായത് നമ്മൾ അവിടെ പഠിച്ചു കാർണിവേഴ്സ് ആയിട്ടുള്ള അനിമൽസിൽ, നമ്മുടെ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. കാർണിവേഴ്സ് ആയിട്ടുള്ള അനിമൽസിൽ കൂടുതലുള്ളത് ഏതാണ്? കനൈൻ എന്ന് പറഞ്ഞ ആ ടീത്ത് നന്നായിട്ടുണ്ട് അല്ലേ. കാരണം അവറ്റകൾ ഈ മാംസം, മീറ്റൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കടിച്ച് കീറുക എന്ന പ്രോസസ്സാണ് അവിടെ വേണ്ടത്. ടിയർ ആൻഡ് കട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കനൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതാനുള്ളത് ടു ടിയർ ആൻഡ് കട്ട്. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് എഴുതിയ ഒരു സ്ലൈഡ് കാണിക്കാം കേട്ടോ. അടുത്തത് പ്രീമോളാർ. അപ്പോൾ പ്രീമോളാർ അത് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ യൂസ് എന്താണ് നമ്മൾ എഴുതണം. എന്തിനാ പ്രീമോളാർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ചൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ് സ്റ്റഫ്സ്. ചവയ്ക്കാനും ഗ്രൈൻഡ് ചെയ്യാനും. ചൂ ആൻഡ് ഗ്രൈൻഡ് എന്ന് വെച്ചാൽ ചവച്ചരയ്ക്കാൻ. ഫുഡ് സ്റ്റഫ് ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രീമോളാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തേൻ്റെ ആൻസർ എന്താണ്? ടു ചൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ് സ്റ്റഫ്. അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം എഴുതിയത് കാണിക്കാം കേട്ടോ. അടുത്ത നാലാമത്തെ ഏതാണ്? മൊളാസ്. ഏതാണ്? മൊളാസ് ഏതാണ്? പ്രീമോളാസിനും മൊളാസിനും സെയിം ഫങ്ഷനാണ് ഉള്ളത്. ഹെൽപ്സ് ടു ചൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ് സ്റ്റഫ് എന്താണ്? ചൂ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനുമാണ് മൊളാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയി. മനസ്സിലായല്ലോ? ആൻസർ എഴുതിയ സ്ലൈഡ് ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ അകത്തുള്ള ലെറ്റേഴ്സ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇൻസിസേഴ്സ് ഒന്നാമത്തത്. രണ്ടാമത്തത് ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്, കനൈൻ്റെ ഫംഗ്ഷൻ. അടുത്തത് മൂന്നാമത്തത് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഫുഡ് സ്റ്റഫ് എന്ന് എഴുതിയാലും മതി കേട്ടോ. അടുത്ത നാലാമത്തത് മൊളാസ്. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ ചെയ്തത്. അടുത്ത ബി ക്വസ്റ്റ്യൻ, വിച്ച് ടീത്ത് ഓഫ് ദി ഫോളോയിങ് ഈസ് മോർ ഡെവലപ്ഡ് ഇൻ കാർണിവേഴ്സ്. കാർണിവേഴ്സിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള അതിൽ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏത് ടീത്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആൻസർ താഴെ ഓപ്ഷൻസ് ഇൻസിസേഴ്സ്, കനൈൻ ടീത്ത്, മിൽക്ക് ടീത്ത്, മൊളാർ ടീത്ത്. ഏതാണ് കാർണിവേഴ്സിൽ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടുള്ള ടീത്ത്? നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഏതാണ്? കനൈൻ ടീത്ത് അല്ലേ. ഏതാണ്? കനൈൻ ടീത്താണ് ആൻസർ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയല്ലോ, കനൈൻ ടീത്ത്, രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി ഇഫ് യു ഡോണ്ട് wash your mouth after eating sweets, chance of tooth decay is high. Why? അതായത് നമ്മൾ കുറച്ച് സ്വീറ്റ് കഴിച്ചു, കുറച്ച് അല്ലെങ്കിൽ മിഠായിയോ മധുരമുള്ള ലഡുവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വായ വാഷ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദന്തക്ഷയം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ അതിൻ്റെ ആൻസർ? ഇഫ് വി ഡോണ്ട് ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ്സ് കഴിച്ചതിന് ശേഷം നമ്മുടെ മൗത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയ വിൽ ഫീഡ് ഓൺ ദ ഫുഡ് പാർട്ടിക്കിൾസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദ ടീത്തിൻ്റെ ഇടയ്ക്കിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസിൽ ആര് വരും? ബാക്ടീരിയാസ് വരും. എന്നിട്ട് അതിൽ നിന്ന് ഫീഡ് ചെയ്യും. അതായത് അതിൽ നിന്ന് പോഷണം അത് എടുക്കും.
ദിസ് വിൽ റിസൾട്ട് ഇൻ ലാക്റ്റിക് ആസിഡ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. ഇത് കറക്റ്റായിട്ട് നമ്മൾ ആ യൂണിറ്റ് പഠിച്ചപ്പോൾ അതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്വീറ്റ് അല്ല കൊടുത്തിട്ടുള്ളത്. ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചതിന് ശേഷം നന്നായിട്ട് വായ കഴുകിയില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ സ്വീറ്റിന് പകരം അവിടെ ഫുഡ് പാർട്ടിക്കിൾസ് ആയിരുന്നു കൊടുത്തിരുന്നത്. ആൻഡ് ഡാമേജ് ദ ടീത്ത്. ഇത് ടീത്തിന് ഡാമേജ് വരുത്തുന്നു. ഓക്കെ, അടുത്ത നമ്മൾ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാൻ പോകുന്നു. ദ ഫീച്ചേഴ്സ് ഓഫ് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് വെൻ ദ ഫാക്ടേഴ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഹ്യൂമൻ ബ്ലഡ് ആർ ഗിവൺ ബിലോ. അനലൈസ് ദ ഫീച്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ കറസ്പോണ്ടിങ് ഫാക്ടേഴ്സ്. നമ്മുടെ ബ്ലഡിന് നമ്മൾ ബ്ലഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ പാർട്ടും അതിൻ്റെ അകത്തുള്ള ഓരോ ഫാക്ടേഴ്സും ഓരോ ഘടകങ്ങളും നമ്മളിങ്ങനെ വേർതിരിക്കുകയാണ്. ആ നമ്മൾ വേർതിരിച്ച ഘടകങ്ങളുടെ ഫങ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതേത് ഘടകങ്ങളാണ്, അതായത് ബ്ലഡിലുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ഫങ്ഷൻ അനുസരിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സ് ബ്ലഡിലുള്ള ഫാക്ടേഴ്സ് ആണെന്ന് നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ ഒന്നാമത്തെ ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ്. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് ഏതാ? ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് പ്ലാസ്മ. ഏതാണ്? പ്ലാസ്മ. 2 ഹെൽപ്സ് ടു ക്ലോട്ട് ബ്ലഡ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് ആരാ? പ്ലേറ്റ്ലെറ്റ്. ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. 3 നോ സ്പെസിഫിക് ഷേപ്പ് ബട്ട് എ ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ്. ഒരു സ്പെസിഫിക് ഷേപ്പ് ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതേതാ? അത് വൈറ്റ് ബ്ലഡ് സെൽസ്. വെളുത്ത രക്താണുക്കൾ അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല, പക്ഷേ ന്യൂക്ലിയസ് ഉണ്ട് എന്നതുകൊണ്ട് എന്ന ആ ഒരു രക്തകോശം. ഇനി കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഉള്ളത് ഏതിലാ? റെഡ് ബ്ലഡ് സെൽസിൽ അല്ലേ? റെഡ് കളർ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBC. അപ്പോൾ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ബി ആക്ടിവിറ്റി നോക്കിയോളൂ. വിച്ച് ആർ ദ സ്മോൾ വെസൽസ് ദാറ്റ് കണക്റ്റഡ് ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ടേക്ക് ബ്ലഡ് അവേ ഫ്രം ദ ഹേർട്ട് ആൻഡ് ദാറ്റ് ബ്രിങ് ബ്ലഡ് ടു ദ ഹേർട്ട്. ബ്ലഡ് വെസൽസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത്, അതായത് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് ബ്ലഡിനെ പുറത്തേക്കും കൊണ്ടുപോകണമല്ലോ. അങ്ങനെ പുറത്തേക്കും കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസിനെ പരസ്പരം കണക്ട് ചെയ്യുന്ന ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? അതായത് ഹേർട്ടിനുള്ളിലേക്കും ഹേർട്ടിൽ നിന്ന് പുറത്തേക്കും ബ്ലഡിനെ കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്. അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്മോൾ വെസൽസ് ഉണ്ട്. ചെറിയ ബ്ലഡ് വെസൽസ്. അതിന് പറയുന്ന പേര് ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. വെയിൻസ്, ആർട്ടറീസ്, പെരികാർഡിയം, ക്യാപ്പില്ലറീസ്. ഏതാണ്? ഇവിടെ ക്യാപ്പില്ലറീസ് ആണ്. ഏതാണ്? ക്യാപ്പില്ലറീസ് ആണ് ആൻസർ പറയുന്നത്. രക്തലോമികകൾ എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ക്യാപ്പില്ലറീസ്. എ ആക്ടിവിറ്റിയും ബി ആക്ടിവിറ്റി കഴിഞ്ഞു. അടുത്ത് നമ്മൾ സി ആക്ടിവിറ്റി ആണ് നോക്കാൻ പോകുന്നത്. ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട്. റൈറ്റ് 2 മോർ ഫീച്ചേഴ്സ്. 2 ഫീച്ചേഴ്സ്, ഹ്യൂമൻ ഹാർട്ടിൻ്റെ 2 ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. 2 എണ്ണം കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ആസ് ബിഗ് ആസ് ഫിസ്റ്റ്. നമ്മുടെ ഫിസ്റ്റിൻ്റെ അത്ര വലിപ്പമുണ്ട്. പിന്നെ പ്രൊട്ടക്റ്റഡ് ബൈ റിബ്സ്, നമ്മുടെ വാരിയെല്ലിൻ കൂട്. അതാണ് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇനി വേറെ 2 ഫീച്ചേഴ്സും കൂടെ നമുക്ക് എഴുതണം. എന്താ എഴുതാണ്ട്? ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ഉണ്ട്. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലേക്കും ഇതെന്ത് ചെയ്യുന്നു? ബ്ലഡ് പമ്പ് ചെയ്യുന്നു. അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞുതരാം. ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിൻ്റെ ഫീച്ചേഴ്സ്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ട് എഴുതിയേക്കുന്ന സ്ലൈഡ് നോക്കാം. ഇതാണ് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്. ദെൻ സ്മോൾ വെസൽസ് ഏതാണ്? അത് ക്യാപ്പിലറീസ് ആണ്. അടുത്തത് ഹേർട്ടിൻ്റെ ഫീച്ചേഴ്സ് 3 എണ്ണം എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും 2 എണ്ണം നിങ്ങളവിടെ മുകളിൽ എഴുതി ചേർത്താൽ മതിയാകും. ഓക്കെ ആണല്ലോ. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദീസ് പിക്ചേഴ്സ്. ഇവിടെ പിക്ചർ 1, പിക്ചർ 2 2 ടൈപ്പ് പിക്ചർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിക്ചർ 1-ൽ ഏത് റിഫ്ലക്ഷനാണ്, പിക്ചർ 2-ൽ ഏത് റിഫ്ലക്ഷനാണ്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഏതൊക്കെയാ? ഒന്നാമത്തെ നോക്കൂ. ഈ വന്ന് പതിക്കുന്ന എല്ലാ ലൈറ്റ് റേസും കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ? അതിനെ നമ്മൾ പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ അല്ലേ? എന്താണ്?
അപ്പോൾ പിക്ചർ 1 റെഗുലർ റിഫ്ലക്ഷൻ, പിക്ചർ 2 ആണെങ്കിലോ ഇറഗുലർ റിഫ്ലക്ഷൻ, പിക്ചർ 2 ആണെങ്കിൽ ഇറഗുലർ റിഫ്ലക്ഷൻ, പിക്ചർ 1 ആണെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ 1, 2 എന്ന് താഴെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1-ൽ നിങ്ങൾ എഴുതാനുള്ളത് റെഗുലർ റിഫ്ലക്ഷൻ എന്നും 2-ൽ എഴുതാനുള്ളത് ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. Which reflection of light enables us to see things in a room without direct sunlight? റൂമിൽ നിൽക്കുമ്പോൾ സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ നമുക്ക് ആ റൂമിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുമല്ലോ. അവിടെ നടക്കുന്നത് ഏത് ടൈപ്പ് റിഫ്ലക്ഷൻ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് ടൈപ്പ് റിഫ്ലക്ഷനാണ്? സ്മൂത്ത് സർഫസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ എന്നും, എന്നാൽ സ്മൂത്ത് അല്ലാത്ത റഫായിട്ടുള്ള സർഫസിലുള്ള റിഫ്ലക്ഷനെയാണ് നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്നും പറയുന്നത്. അപ്പോൾ ഒരു റൂമിൽ സൺലൈറ്റ് ഇല്ല, ഇപ്പോൾ നമ്മളല്ലാതെ ലൈറ്റൊക്കെ ഇടും, അപ്പോൾ നമുക്ക് റൂമിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ ഏതായിരിക്കും? ഇറഗുലർ റിഫ്ലക്ഷൻ. ഏതാണ്? ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഈസ് യൂസ്ഡ് ടു മേക്ക് പെരിസ്കോപ്പ്? നമ്മുടെ ഈ പെരിസ്കോപ്പ് നിർമ്മിക്കാൻ ഏത് ടൈപ്പ് മിററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലെയിൻ മിറർ അല്ലേ? പ്ലെയിൻ മിറർ അല്ലേ നമ്മൾ പെരിസ്കോപ്പിൻ്റെ നിർമ്മാണത്തിന് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ഹിയർ? ഇവിടെ നമ്മൾ ആ ലൈറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടി അല്ലേ, ഏത് പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? അവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. കാലിഡോസ്കോപ്പ് അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ABC 3 ആയി. മൂന്നാമത്തെ ആക്ടിവിറ്റി എഴുതിയ ആൻസേഴ്സ് എഴുതിയ സ്ലൈഡാണ് ഈ കാണുന്നത്. ഒന്നാമത്തെ റെഗുലർ റിഫ്ലക്ഷൻ, രണ്ടാമത്തെ പിക്ചറിൽ ഇറഗുലർ റിഫ്ലക്ഷൻ, പിന്നെ ബിയുടെ ആൻസർ ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. അടുത്ത സിയുടെ ആൻസർ എന്ന് പറയുന്നത് പ്ലെയിൻ മിററും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പ്ലെയിൻ മിററും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനും. അടുത്ത നാലാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. എ ചൈൽഡ് ഈസ് ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് ലൈറ്റ് ഫ്രം എ ടോർച്ച് ഈസ് ക്യാപ്ചേർഡ് ഓൺ എ വാൾ ത്രൂ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓബ്ജെക്ട്സ്. ഒബ്സർവേഷൻസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. അതായത് ഒരു കുട്ടി ഒരു എക്സ്പെരിമെൻറ്റ് നടത്താണ്. ആ പുള്ളിക്കാരൻ്റെ കയ്യിലൊരു ടോർച്ചുണ്ട്. അപ്പോൾ ആ ടോർച്ച് ഉപയോഗിച്ച് അത് കത്തിക്കുകയാണ്. ആ ടോർച്ച് ഇങ്ങനെ കത്തിക്കുകയാണ്, ലൈറ്റൻ ചെയ്യാണ് എവിടെ? ഒരു വാളിലോട്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒബ്ജക്ട്സ് ഇങ്ങനെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. ആ ഒബ്ജക്ട്സ് താഴെ തന്നിട്ടുള്ള ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഒബ്ജക്ട്സാണ് വയ്ക്കുന്നത്. ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്. അതായത് ഈ കുട്ടിയുടെ കയ്യിൽ ടോർച്ചുണ്ട്, ടോർച്ച് ഇങ്ങനെ കത്തിക്കുകയാണ്. ഈ ടോർച്ച് കത്തിക്കുമ്പോൾ ആ ടോർച്ചിൻ്റെ വാളിലോട്ടാണ് ഈ ടോർച്ച് കത്തിക്കുന്നത്. അപ്പോൾ ഈ ടോർച്ചിൻ്റെ വാളിൻ്റെ ഇടയ്ക്ക് കുറേ ഒബ്ജക്ട്സ് കൊണ്ട് വയ്ക്കുകയാണ്. ഏതൊക്കെയാണ് ആ ഒബ്ജക്ട്സ് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ബട്ടർ പേപ്പർ, പിന്നെ ഒരു സ്മൂത്ത് ടൈൽ, പിന്നെ വിൻഡോ ഗ്ലാസ്, പിന്നെ സ്ക്രാച്ചഡ് ഗ്ലാസ്, പിന്നെ വുഡൻ ബ്ലോക്ക്, പിന്നെ വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ്. ഇത്രയും ഒബ്ജക്ട്സ് ആണ്. എന്നിട്ട് അതിൻ്റെ ഒബ്സർവേഷൻസ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി. ബട്ടർ പേപ്പർ വെച്ചപ്പോൾ ലൈറ്റ് പാർഷ്യലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. ഒരു സ്മൂത്ത് ടൈൽ വെച്ചപ്പോൾ ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ട്രാൻസ്മിറ്റേ ചെയ്യുന്നില്ല. വിൻഡോ ഗ്ലാസ് വെച്ചപ്പോൾ ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ, നന്നായിട്ട് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തു. സ്ക്രാച്ചഡ് ഗ്ലാസ് വെച്ചപ്പോൾ ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി, പാർഷ്യലായിട്ടാണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്തത്. സ്ക്രാച്ചഡ് ആയിട്ടുള്ള, അതായത് സ്ക്രാച്ച് ഉള്ള ഗ്ലാസ്, പോറിലൊക്കെ ഉള്ള ഗ്ലാസ്. അടുത്ത വുഡൻ ബ്ലോക്ക്, തടി കഷ്ണം വെച്ചപ്പോൾ ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ട്രാൻസ്മിറ്റേ ചെയ്യുന്നില്ല. വാട്ടർ ടേക്കൺ ഇൻ എ ഗ്ലാസ്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ എടുത്തത് വെച്ചപ്പോൾ ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ, ലൈറ്റ് നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ABC അങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, tabulate the objects as those that transmit light very well, that transmit light partially, and that do not transmit light. Give suitable titles for the table. അതായത് നന്നായിട്ട് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണോ, ലൈറ്റ് പാർഷ്യലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതാണോ, ലൈറ്റ് ഒട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഏതാണോ, അങ്ങനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കണം ഒബ്ജക്ട്സിനെ. എന്നിട്ട് ഒരു ടേബിൾ വരയ്ക്കണം. അതിന് അനുയോജ്യമായ ഹെഡിങ് ഒക്കെ കൊടുത്ത് ഏതൊക്കെ ഒബ്ജക്ട്സ് ആണോ അങ്ങനെയുള്ളത് അത് നമ്മൾ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പാരൻറ്റ് അല്ലേ? ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ്, ഒപ്പക്ക്. ട്രാൻസ്പാരൻ്റ് എന്ന് വെച്ചാൽ വാട്ടറിനെ നന്നായിട്ട് ലൈറ്റ് നന്നായിട്ട് കടത്തി വിടുന്നത്. ട്രാൻസ്ലൂസൻ്റ് എന്ന് വെച്ചാൽ പാർഷ്യലായിട്ട് കടത്തി വിടുന്നത്. ഒപ്പക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടും ലൈറ്റിനെ കടത്തി വിടാത്തത്.
അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദോസ് റിലേറ്റഡ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഇൻ എ പ്ലെയിൻ മിറർ. ഒരു പ്ലെയിൻ മിററിലെ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെ പറയുന്നതിൽ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇമേജ് അണ്ടർഗോസ് ലാറ്ററൽ ഇൻവേർഷൻ. ഇമേജിന് ലാറ്ററൽ ഇൻവേർഷൻ സംഭവിക്കും. അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുമ്പോൾ റൈറ്റ് ഹാൻഡ് ആയിരിക്കും നമ്മൾ പ്ലെയിൻ മിററിൽ കാണപ്പെടുന്നത്. അത് ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത്, ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ. ലൈറ്റിനെ നന്നായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യോ? ഇല്ല, റിഫ്ലക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ആണ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ, സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ലാർജർ ദാൻ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെക്കാട്ടിയും വലിയ ഇമേജാണ് കാണിക്കുന്നത്. തെറ്റ് അല്ലേ? ഒബ്ജക്റ്റിൻ്റെ അതേ സൈസിലുള്ള ഇമേജാണ് കാണിക്കുന്നത്. നാലാമത്തത്, സൈസ് ഓഫ് ദി ഇമേജ് ആൻഡ് ദ ഒബ്ജക്റ്റ് ഈസ് ദ സെയിം. ഇമേജിൻ്റെ സൈസും ഒബ്ജക്റ്റിൻ്റെ സൈസും സെയിം ആണെന്ന്. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടും മൂന്നും തെറ്റാണ്. തെറ്റാവാനുള്ള കാരണം എന്തെന്നും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ പ്ലെയിൻ മിറർ ഈസ് 40 ഡിഗ്രി. ഒരു പ്ലെയിൻ മിററിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. അപ്പോൾ 40 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇവിടെ 40 ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ 40 ഡിഗ്രി.